ഭിന്നിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആൾക്കാർ ആരുള്ളൂ? സ്വാഭാവികമായിട്ട് മക്കയെ അവലംബിക്കണം, അവിടെ വിശദമായിട്ട് വരും. അതേപോലെ തന്നെ എവിടെയെങ്കിലും കണ്ടാൽ അത് നമുക്ക് അംഗീകരിക്കാമെന്ന് പറയുന്നതാണ്. സ്വാഭാവികമായും അവർക്കും ഒരിക്കലും മത്രകൾ ഇഖ്തിലാഫുൽ മത്താലി, ആ വ്യത്യാസത്തെ എല്ലാ പണ്ഡിതന്മാരും പിൽക്കാല പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ അംഗീകരിക്കാൻ ഒരു പ്രയാസമല്ല. ഇപ്പോൾ സൗദിനെയൊക്കെ അവലംബിക്കുന്ന ആളുകൾക്ക് നമ്മുടെ അവിടെ മാസം കണ്ടിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ മാസം കാണുക. നമ്മൾ വ്യക്തമായി മാസം കണ്ടതിന് ശേഷം സൗദി അറേബ്യയിൽ എന്താ തീരുമാനിക്കാൻ പോണത് കാത്തിരിക്കേണ്ട വലിയ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തികച്ചും നമ്മുടെ യുക്തിയോ പ്രമാണങ്ങളോ അംഗീകരിക്കാത്ത പുതിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരും ചെയ്യണത് എന്താ വെച്ചാൽ, മുസ്ലിങ്ങളെല്ലാവരും താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, പോയിട്ട് 50 ആളെ കൂട്ടി പെരുന്നാൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അവസാനം ഐക്യത്തിന് വേണ്ടി പ്രമാണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കും അവസാനം സംഭവിച്ച കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടിമയായിരുന്ന ഖുറൈബ് ഷാമിലേക്ക് പോവുകയും അവിടെ മാസം കണ്ട് നോമ്പ് നോറ്റ് തിരിച്ചു വന്നു. തിരിച്ചെത്തിയപ്പോ മദീനയിൽ ഒരു ദിവസം വൈകിയാണ് മാസം കണ്ടത്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുള്ള സംസാരത്തിനിടയിൽ ഷാമിൽ കണ്ട മാസപ്പിറവി പോരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ല എന്ന് പറയുകയും ഹാക്കദ അമറന, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നബി കൽപ്പിച്ചത് എന്ന് ഹദീസിലില്ല. ഹദീസിലില്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും മുസ്ലിം സമൂഹത്തിൽ ഇത്രയധികം വലിയ കോലാഹലങ്ങളും ചർച്ചകളും വർഷം തോറും ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതെന്തുകൊണ്ടാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹാക്കദ അമറന, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത് എന്നത് എന്താണ് എന്ന് ഹദീസിൽ വ്യക്തമല്ല. ഇങ്ങനെ ഇപ്രകാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം അത് ഹദീസിലില്ല. അതുണ്ടെങ്കിൽ ഒരു തർക്കം ഉണ്ടാവില്ല, മാസപ്രവേശത്തിൽ ലോകത്തൊരു ഭിന്നത ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ആ ഭിന്നത ഉണ്ടാകാനുള്ള കാരണം ഈ ഒരു പ്രയോഗമാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്, എന്താണ് ഉദ്ദേശിച്ചത്, പല അഭിപ്രായങ്ങളും പല ഗ്രന്ഥങ്ങളിലും കാണാം. ഇതുമായി ബന്ധപ്പെട്ട് 2 ആളുകൾ, ഒന്ന് റഫീഖ് സലഫി അതുപോലെ തന്നെ മാലിക് സലഫി. അതില് മാലിക് സലഫി പറഞ്ഞിട്ടുള്ള വാചകം ഹാക്കദ അമറന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എപ്രകാരം ഓരോ നാട്ടിലും ആ നാടിന്റെ ഹിലാൽ അനുസരിച്ച് നോമ്പും പെരുന്നാളും ആഘോഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഓരോ നാട്ടിലും എന്താണ്, ആ നാട്ടിലെ ഹിലാൽ അനുസരിച്ചാണ് നോമ്പും പെരുന്നാളും ആഘോഷിക്കേണ്ടത് എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് മാലിക് സലഫിന്റെയും അതേപോലെ റഫീഖ് സലഫിന്റെയും വാക്ക്. ഇങ്ങനെ ഒരു കൽപ്പന നബിന്റെ ഹദീസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മാസപ്പിറവിന്റെ കാര്യത്തിൽ ലോകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ തർക്കം വന്നു? തർക്കം വന്നത് ഇങ്ങനെ കൽപ്പന ഇല്ലായിട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് നബി ഇങ്ങനെ പറഞ്ഞു, നബി പറഞ്ഞു എന്നാ പറയണത്, ഓരോ നാട്ടിലും ആ നാടിന്റെ ഹിലാൽ അനുസരിച്ച് നോമ്പും പെരുന്നാളും ആഘോഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അത് ഏത് ഹദീസിലാണ്? ലോകത്തൊരു ഹദീസിലും അങ്ങനല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തർക്കം തന്നെ ഉണ്ടാവില്ല. ഓരോ നാട്ടിലും മാസം കാണണം, ഓരോ നാട്ടിലും കാണണം എന്ന് പറയുന്നതും അല്ല. ലോകത്ത് എവിടെ കണ്ടാൽ മതി എന്നൊക്കെ ഒക്കെ ഒരു ഹദീസാണ്. സൂമുൽ റുയത്തി വഫ്തുൽ റുയത്തി എല്ലാവർക്കും ഹദീസ് തന്നെ. പിന്നെ ഓരോ നാട്ടിലും കാണേണ്ടതില്ല എന്നാണ് പിന്നെയും ബാക്കി കുറെ തെളിവുകളുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു വാചകം നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്താ? ഒരാൾ ഒരു കാര്യം ഹലാലാണ് ഹറാമാണ് അല്ലെങ്കിൽ ഇതാണ് ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കോ റസൂലിലേക്കോ ചേർത്തി പറയുകയാണെങ്കിൽ നസ്സുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അവൻ പറയാൻ പാടില്ല. എന്നിട്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ, നീ നിന്റെ വിധി പറഞ്ഞോ, അള്ളാഹുവിന്റെ വിധി പറയണ്ട. എത്ര ഗൗരവമുള്ള വിഷയ. അപ്പൊ അവിടെ നബി പറയാത്തൊരു കാര്യം നബിയിലേക്ക് ചേർത്ത് പറഞ്ഞു. അന്ന് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ഇത് മാലിക് സൽഫി മനഃപൂർവ്വം പറഞ്ഞതാവുകയില്ല. ഒന്നുകിൽ മനസ്സിലാക്കിയ തെറ്റുപറ്റിയതാകാം, അല്ലെങ്കിൽ നാക്കുപിഴയാകാം. ഇങ്ങനെ വല്ലതും സംഭവിച്ചു എന്ന നല്ല വിചാരമേ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ളൂ. തെറ്റായി പറഞ്ഞതാണെങ്കിൽ തിരുത്തട്ടെ എന്നും പറഞ്ഞു. അപ്പൊ അത് വലിയ കോലാഹലായി. ആ പേര് കൊടുത്തന്നെ സലഫിമാർ എന്ന് പറഞ്ഞ ശരിയല്ല. നമ്മളെ കൂട്ടത്തിലെ ചില മൗലാനമാര്, ഏത് റഫീഖ് മാലിക് സലഫിമാർ, റഫീഖ് സലഫി മാലിക് സലഫി, അത് രണ്ടും പറയുന്നതിന് പകരം ഞാൻ സലഫിമാർ എന്ന് കൂട്ടി 2 ആളെയും പറഞ്ഞതല്ലോ. അപ്പൊ ആ പേര് ശരിയായില്ല. അങ്ങനെ ഒരു കൂട്ടർ. ഇത് ഇവിടെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ പറഞ്ഞ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ? നബിന്റെ പേരിൽ ഒരു കാര്യം പറയുമ്പോ അത് തെളിവ് വേണ്ടേ? അപ്പൊ നബി പറയാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം ഒറ്റ വാചകം മാത്രം ഇവിടെ ഉദ്ധരിക്കുക. ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഫബ്നു അബ്ബാസ് തഅവ്വലഹാ അലാ അന്നഹാ ലാ തഉമ്മുൻ നാസ, നബി പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസിന്റെ പേരിൽ മാലിക് സലഫി റഫീഖ് സലഫി പറഞ്ഞു. ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിച്ചതാണ്. ഏത്?
സൂമൂലി റുയത്തിഹി വ അഫ്തിറുലി റുയത്തി എന്ന ആ റുയത്തിനെ ഇബ്നു അബ്ബാസ് വ്യാഖ്യാനിച്ചു. നബി പറഞ്ഞു എന്നല്ല, ഇബ്നു അബ്ബാസ് വ്യാഖ്യാനിച്ചു അന്നഹാ ലാ തഉമ്മുന്നാസ, കാഴ്ച എല്ലാവർക്കും പൊതുവായതല്ല, മതിയെന്നില്ല, ആമല്ല കാഴ്ച, മറിച്ച് ഓരോ നാട്ടുകാരും കാരണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചതാണ്. ഇബ്നു ബാസിന് മറിച്ച അഭിപ്രായം, ലോകത്തിൽ ഒറ്റ കാഴ്ച മതി എന്നുള്ള അഭിപ്രായമാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ കാണാം ഇബ്നു ബാസിന്റെ വാചകം, വഹാദാ ഫിഖ്ഹു ഇബ്നു അബ്ബാസ്. ഇത് ഹദീസ് എന്നല്ല പറഞ്ഞത്, ഇത് ഇബ്നു അബ്ബാസിന്റെ ഫിഖ്ഹാണ്. നേരത്തെ 2 ഉദാഹരണം പറഞ്ഞു. ഒന്ന് തസ്ബീത്തിന്റെ കാര്യത്തിൽ അംറുല്ലാസിന്റെ ഉദാഹരണം പറഞ്ഞു. പിന്നെ കയ്യും കാലും നീട്ടിക്കുക എന്നുള്ള അബൂ ഹുറൈറയുടെ വാക്ക്, അതൊക്കെ അദ്ദേഹത്തിന്റെ ജിത്തിഹാദാണ്, മറ്റേത് അംറുല്ലാസിന്റെ ജിത്തിഹാദാണ്. അത് രണ്ടും ഇബ്നു ഉസൈമീൻ പറഞ്ഞതാണ്. ഇവിടെ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് പറയാൻ ഹാക്കദാ അമറന എന്നത് നബിന്റെ വാക്കല്ല, അത് ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനമാണ്. ഫിഖ്ഹു ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് ഗ്രഹിച്ചത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഹദീസ് അങ്ങനെ കിട്ടൂല. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെ ഒരുപാട് പണ്ഡിതന്മാരെ ഞാൻ ആ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു. ഇന്ന് വരെ അതിന് മറുപടി കണ്ടിട്ടില്ല. അപ്പൊ അവിടെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആരുടെ പേരിൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ ആരോപിക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ വായിച്ച ഇബ്നു ബാസിന്റെ വാചകം ഫത്താവ നൂറുൻ അൽ ദർബിലുള്ള വാചകമാണ്. ഇനി ഒരു വിസ്തംകാരൻ, വയനാട് ജില്ലന്റെ ജില്ലാ നേതാവ് ഒരുത്തൻ എന്റെ കൂടെ പഠിച്ച ഒരു കേന്നംകാരനായ ഒരു മദനുണ്ട്. അതിൽ ഈ കേന്നമിന്റെ ആള് എനിക്ക് ടെക്സ്റ്റ് അയച്ചു, പിന്നെ വോയിസ് അയച്ചു. ടെക്സ്റ്റിലുള്ളത് റൌഫ് നദവി വിസ്തവുമായി മുഖാമുഖം നടത്തി തോൽവി സമ്മതിച്ചു പോയി, മൂപ്പർക്ക് ഒന്നും പറയാനുണ്ടായില്ല. വേറെയും കുറച്ച് വാചകമാണ്, ഞാൻ അതിൽ മാത്രം എഴുതിയതാണ്. അതായത് വിസ്തംകാരേറ്റ് മാസപ്പരന്റെ വിഷയത്തിൽ ഞാൻ മുഖാമുഖം നടത്തി, എന്നിട്ട് ഞാൻ തോൽവി സമ്മതിച്ചു പോയി, എനിക്ക് മറിച്ചൊന്നും പറയാനുണ്ടായില്ല എന്ന് വിസ്തത്തിന്റെ ഒരു ജില്ലാ നേതാവ് എന്റെ കൂടെ പഠിച്ച ഒരു മദനിനോട് പറഞ്ഞത്. എന്നോട് വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞു കളവിന്മേലാണ് പല സംഘടനകളും നിലനിൽക്കുന്നത്, ഓനാ പറഞ്ഞത് പച്ചക്കളവാണ്, അങ്ങനെ മുഖാമുഖം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ, അങ്ങനെ മുഖാമുഖം ഉണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ വീഡിയോ പുറത്തിട്ടെ, അങ്ങനെ ഞാൻ തോൽവി സമ്മതിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്പം തന്നെ പുറത്തിറക്കണ്ടേ ഓഡിയോ വീഡിയോ? എവിടെ അങ്ങനെ ആർക്കും കിട്ടിയോ? ഒരു മുഖാമുഖം മാസപ്രവേശത്തിൽ നടത്തിയിട്ട് ഞാൻ തോൽവി സംഭവിച്ചു പോകുന്നിട്ട് എവിടെയാ മുഖാമുഖം നടന്നത്? എവിടെയില്ല. വേറൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാർ മാസപ്രവേശത്തിൽ നടന്നു കുറച്ചു മുന്നേ. അതിന്റെ ക്ലാസ് ഓൺലൈനായിട്ട് പലരും കേട്ടിരുന്നു. കേട്ട ആളുകൾ ഈ ഒരു മെസ്സേജ് അയച്ചു, കുവൈത്തിൽ നിന്ന് ക്ലാസ് മുഴുവൻ കേട്ടിട്ട്. അത് മുഴുവൻ കേട്ടു, ഓരോരുത്തം പറഞ്ഞതിന്റെ എതിരാണ്, പരസ്പര വൈരുദ്ധിയാണ് ക്ലാസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനാ ക്ലാസ് കേട്ടിട്ടില്ല, മൂപ്പര് പറഞ്ഞ. അങ്ങനെ വേറെ ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. ആ ക്ലാസ് അന്ന് തന്നെ രാത്രിയോ പിറ്റേന്നോ സൈറ്റിൽ നിന്ന് മുഴുവൻ പിൻവലിച്ചു. പിന്നെ ഇറങ്ങിയത് കുറച്ച് മുറിയൻ ക്ലിപ്പാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? മുഴുവനല്ല. എന്തിനാണ് ഈ സെമിനാറിൽ ഇത്രയും മനക്കെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല പണ്ഡിതന്മാരും സംഘാടകരും പണ്ഡിതന്മാർ തന്നോട് അങ്ങനത്തെ കുറെ ആൾക്കാർ അതുണ്ട്. ഒരാളിപ്പോ ദീന അവതരിപ്പിക്കുന്നത് സംഘടന ആൾക്കാർ, ഓലൊക്കെ പ്രസംഗിച്ച പ്രസംഗം എന്തിനായി പൂർണ്ണമായി സൈറ്റിൽ നിന്ന് ഒഴിവാക്കി? ഓൽക്കന് തോന്നിയത് പോരാ, എന്നിട്ട് മുറിച്ച് ക്ലിപ്പാണ് പിന്നെ വന്നത്. അപ്പൊ എവിടെയാ പിഴവ്? നമ്മക്കാണോ ഓൽക്കാണോ? മുറിയൻ ക്ലിപ്പ് ഇറക്കി എന്തിനാ പൂർണ്ണമായി ഉൻവലിച്ച പ്രസംഗം ഒഴിവാക്കി? അതിൽ ഉലുൽ നമ്പർ ഓലാണ്, ഓൽക്ക് പിന്നെ മത്തല തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ സംഘടനക്ക് ഉണ്ടെന്നൊക്കെ അതിൽ മറ്റേ ഹാരിസും സലീമോ ആരൊക്കെ പറഞ്ഞു. മത്തലാനുള്ള വിഷയം, ചന്ദ്രൻ ഉദിക്കുന്ന വിഷയം, അതിന്റെ സ്ഥാനം മാറുന്ന അത് ഒരു നിലക്കും ശരിയല്ല എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടോ ബുദ്ധിയുണ്ടോ ശരിയത്തോണ്ടോ തെളിയിക്കാൻ കഴിയില്ല മത്തല എവിടെ എന്താന്നുള്ളത്. അപ്പോ അത് തീരുമാനിക്കാനുള്ള അധികാരം ബഡ്കലില് മാസം കണ്ട് അംഗീകരിച്ചു. കഴിഞ്ഞ പെരുന്നാളിന്റെ നോമ്പിന് എന്തോന്നിന് അവിടെ കണ്ടത് അംഗീകരിച്ചില്ല. അപ്പൊ ഒരു മത്തല എവിടെയാണ് അത് അംഗീകരിക്കണം തീരുമാനിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവകാശമുണ്ട്. അതായത് ബന്ധപ്പെട്ട കക്ഷി വിശ്വത്തിന് അവകാശമുണ്ട്. ഇതാണ് ഈ ജാതി നുണ. ചെറുടക്കാരല്ല, ജില്ലാ നേതാവാണ് ഈ ജാതി നുണ പരസ്യമായിട്ട് പറയില്ല. ഇങ്ങനെ പറഞ്ഞു വെച്ച ആൾക്കാരെ വിശ്വാസാക്കുക. ഇതാണ് സംഘടനക്കാരെ സംഘടന അല്ല എന്ന് പറയുന്ന ആളുകളുടെയും സ്ഥിതി. ഇനി നമ്മുടെ വേറൊരു ഷെയ്ഖ് നിയാഫ് ഇബ്നു ഖാലിദ്, അയാൾ പറഞ്ഞ ഒരു വാചകം ഹദീസുകളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിലും ഓരോ കാഴ്ച ഉണ്ട് എന്നത്. പിന്നെ കുറച്ച് വാചകം ഞാൻ വിടുകയാണ്. എന്നിട്ട് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ടോ, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു ഇല്ല. ഏതില്ല? സിറിയെ കണ്ട കാഴ്ച നമുക്ക് പറ്റൂല എന്ന് ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് പറഞ്ഞു. എന്താ കാരണം? നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെവിടെയാ വാചകം? അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു കിതാബിൽ കൊണ്ടുവരാൻ പറ്റും, ഹദീസിലെ കിതാബിൽ പോട്ടെ, വേറെ എവിടെങ്കിലും എന്തിലെങ്ങുന്നു നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്, അതാണ് ഓരോ നാടിനും ഓരോ കാഴ്ച ഉണ്ട്. അങ്ങനെ നബി പറഞ്ഞോ? ഖുറൈബ് പറഞ്ഞോ? ഇബ്നു അബ്ബാസ് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഈ പറഞ്ഞതാരാ? ബഹുമാനപ്പെട്ട ഡോക്ടർ നിയാഫ് ഇബ്നു ഖാലിദ് ഹഫിളഹുല്ലാ. എന്നിട്ടാണ് എനിക്ക് അഖീദത്തുൽ മനഹജിലും പിഴപറ്റി കൊണ്ടുവരട്ട തെളിവ്. നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്, അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു എന്നല്ല പഠിപ്പിച്ചു. ഇത് എവിടെയുള്ളത്? ഇബ്നു അബ്ബാസ് ഹാക്കദാ അമറന, ഇങ്ങനെയാണ് നബി ഞങ്ങൾ കൽപ്പിച്ചതെന്നാണ് ഇവിടെ പഠിപ്പിച്ചതെന്നുള്ളത്. അപ്പോട്ടെ, കൽപ്പിച്ചത് എന്നല്ല, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ കാഴ്ചയുണ്ട് എന്ന് നബി പഠിപ്പിച്ചു എന്ന് ഏത് ഹദീസിലുണ്ട്? ഖുറൈബ് പറഞ്ഞതായിട്ടുണ്ടോ? ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ടുണ്ടോ? നബി പറഞ്ഞതായിട്ടുണ്ടോ? എവിടെയില്ല. അപ്പോ ഇങ്ങനല്ലാത്ത കാര്യങ്ങൾ നബിന്റെ പേരിലും റസൂലിന്റെ പേരിലും പറയുമ്പോൾ അത് ഗൗരവമായി സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ്
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനാണ് ആ മുസ്ലിമിന്റെ ഹദീസും അതിന്റെ പശ്ചാത്തലവും. യുദ്ധത്തിൽ ഒരു നാട്ടിൽ വിജയിച്ചടക്കിയ സഹാബികളായ പട്ടാളക്കാരോട് അള്ളാന്റെ ഹുക്കം എന്താ എന്ന് ചോദിച്ചാൽ പറയണ്ട, നീ നിന്റെ ഹുക്കുമ് പറഞ്ഞോ, അവരെ നിന്റെ ഹുക്കുമിൽ ഇറക്കിക്കോ എന്ന് സഹാബിയോ നബി പറഞ്ഞു. ഇത് യാതൊരു നാണവും ഇല്ലാതെ, മാനം മര്യാദ അല്ലാതെ ഈ ജാതി ആളുകൾ, ഇനി നിയാഫ് പറഞ്ഞാലും ഏവം പറഞ്ഞാലും ശരി, മാലിക് സൽഫി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇവിടെ ശരി കണക്കാ. നബിന്റെ പേരിൽ കളവാണ്, പച്ചക്കളവ് ഇല്ലേ കൊണ്ടുവരണം. നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ഹദീസ് വേണം. എവിടെ ഉള്ളത്? എവിടെയില്ല. ഇന്ന് വരെ ആരും മറുപടി കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് ആളുകളെ പിടിച്ചു നിർത്താൻ സംഘടനക്കാരും, സംഘടന അല്ലാത്ത അതിനേക്കാൾ വലിയ ഹിസ്ബികൾ ഇത് മാത്രമാണ് ശരി, ഓന്റെ കേൾക്കണ്ട മറ്റൊരു കേൾക്കണ്ട, ഓൻ അക്കീദ പിഴവുണ്ട്, മനഹജ് പിഴവുണ്ട്. എന്താ മനഹജ് പിഴവ്? ലോകത്തെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ മാസപ്പിറവിന്റെ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം പറഞ്ഞവന് മനഹജ് പിഴവ്. 100 വട്ടം ആലോചിക്കണം. വേറൊരുത്തൻ ഓല് കേൾക്കുമ്പോ അല്ലെ പോലെ പെരുന്നാളിന് പോകാൻ 100 വട്ടം ആലോചിക്കണം. എന്നാൽ ഇത് അക്കീദ മനഹജ് പിഴവാണോ? അത് വരട്ടെ, തെളിയിക്കട്ടെ. ഈ വിഷയത്തിൽ അവസാനത്തെ വാചകം കൂടി വായിക്കാം. ഇബ്നുൽ ഖയ്യിമിന്റെ ലാ യുത്ലിഖുൽ മുഫ്തി അൽ ജവാബ ഇദാ കാന ഫീ മസ്ഫിൽ മസ്അലത്തി തഫ്സീൽ. ഒരു വിഷയത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ മുഫ്തി ജവാബ് പൊതുവായി പറയാൻ പാടില്ല. വിശദീകരിച്ച് പറയേണ്ടത് വിശദീകരിച്ച് പറയണം. ലൈസലിൽ മുഫ്തി അൻ യുത്ലിഖൽ ജവാബ ഫീ മസ്അലത്തിൻ ഫീഹാ തഫ്സീലുൻ ഇല്ലാ ഇദാ അലിമ അന്ന സായില ഇന്നമാ സഅല അൻ അഹദി തിൽകൽ അൻവാ. ഒരു വിഷയത്തിൽ വിശദീകരണം ആവശ്യമുള്ള വിഷയമാണെങ്കിൽ അവിടെ മുഫ്തി മൊത്തത്തിൽ 2 വശമുണ്ടെങ്കിൽ, 2 തരമുണ്ടെങ്കിൽ അത് പറയണം. ഒന്ന് മാത്രം പറയാം എപ്പോഴും, ഇദാ അലിമ അന്ന സായില ഇന്നമാ സഅല അൻ അഹദി തിൽകൽ അൻവാ. വ്യത്യസ്ത മേഖലകളുണ്ട്, വ്യത്യസ്ത ഇനങ്ങളുണ്ട് ആ പറഞ്ഞ ചോദിച്ച വിഷയത്തിന്. എങ്കിൽ അതിൽ ഒന്ന് മാത്രമാണ് ചോദിച്ച ആൾ ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതല്ലെങ്കിലോ എന്ത് വേണം? ഒന്നിൽ കൂടുതൽ വശങ്ങൾ അതിനുണ്ടെങ്കിൽ, ഇനങ്ങളുണ്ടെങ്കിൽ അത് പറയണം. ബൽ ഇദാ കാനത്തിൽ മസ്അലത്തു തഹ്താജു ഇല തഫ്സീൽ. ഇനി ചോദിക്കുന്ന വിഷയം തന്നെ വിശദീകരണം ആവശ്യമുള്ള വിഷയമാണെങ്കിൽ ചോദ്യകർത്താവിനോട് വിശദീകരിച്ച് ചോദിക്കണം, എന്നിട്ട് വിശദമായി മറുപടി കൊടുക്കണം. ഇസ്തഫ്സലഹു, ചോദ്യകർത്താവിനോട് അതിന്റെ വിശദീകരണം അന്വേഷിക്കണം. എന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരൊറ്റൊന്ന് ആദ്യത്തെ മാത്രം പറയാ, സൂചിപ്പിക്കുന്നേ. വ്യഭിചരിച്ചുകൊണ്ട് സഹാബിയായ മായിസ് റളിയല്ലാഹു അൻഹു, മായിസിനെ എറിഞ്ഞു വന്നതാണ്. റളിയല്ലാഹു അൻഹു എന്ന് പറയണം, കാരണം എന്താ? സഹാബിയാണ്, എറിഞ്ഞുകൊണ്ട് സിസ്റ്റർ നടപ്പിലാക്കി, സഹാബി അല്ലായിട്ടൊന്നുമില്ല. അപ്പോ മായിസ് നബിയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചു, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. നബി ഒറ്റയടിക്ക് വിധി പറഞ്ഞില്ല. ഇവിടെ എന്താണ്? ഇസ്തിഫ്സാൽ, വിശദീകരണം ചോദിക്കാൻ. നബി ചോദിച്ച വിശദീകരണം എന്താ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പ് തന്നെയാണോ പറയുന്നത്? വ്യഭിചാരം നടന്നിട്ടുണ്ടോ? അതെ, ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിച്ചപ്പോ നബിന്റെ അടുത്ത ചോദ്യം, അല്ല നിനക്ക് ജുനൂനുണ്ടോ, വട്ടുണ്ടോ, തലക്ക് വല്ലത് വട്ടുണ്ടായിട്ടാണോ ഇത് പറയുന്നത്? ഒരാൾ വ്യഭിചരിച്ച ഒരാൾ വന്നിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ടെന്ന് പറയോ? പറയണ ഈമാൻ തന്നെ വേണം. അപ്പൊ നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ, ഭ്രാന്തുണ്ടായിട്ടാണോ പറഞ്ഞത്? അത് അല്ല എന്ന് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് വല്ല സക്രാനുണ്ടോ, അല്ലെ സാഹിയാണോ, ലഹരി കള്ളു കുടിച്ചിട്ട് പറയാണോ, അതല്ല സ്വബോധത്തോടു കൂടി പറയാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലഹരിയല്ല, സ്വബോധത്തോടു കൂടിയാണ്, സാഹിയായിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലായപ്പോൾ നബി അടുത്ത ചോദ്യം ചോദിച്ചു, കല്യാണം കഴിച്ച ആളാണോ, അല്ല അവിവാഹിതനാണോ? ഇതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കിയത്. ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോ ഓനെ കൊല്ല, എറിഞ്ഞു കൊല്ല വിധി പ്രസ്താവിച്ചില്ല. ഇവിടെ ഇസ്തിഫ്സാൽ, തഫ്സീൽ ആവശ്യമാണ്. അപ്പൊ നബി ഇസ്തിഫ്സാൽ നടത്തി, കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. ഇതേപോലെ വിശദമായി ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ ചോദ്യകർത്താവിൽ ചോദ്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ വിശദമായി ചോദിക്കണം, എന്നിട്ടേ ഫത്വ പറയാൻ പാടുള്ളൂ. മറുപടി പറയേണ്ട ഒരു വിഷയമാണെങ്കിൽ അവിടെ ഒറ്റടിക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, അങ്ങനെ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ല എന്ന് മാത്രം പറയരുത്. 2 വശം ഉണ്ടെങ്കിൽ 2 വശം പറയണം. പേജ് കണക്കിന് ചർച്ച ചെയ്യുന്ന അവസാനം പറയണം, ഫഖത്തറുൽ മുഫ്തി അലീമുൻ. മുഫ്തി തന്നെ ഇബ്നു ബാസും അടുത്ത നിൽക്കണ്ട, മതത്തിന്റെ കാര്യം ഇന്ന് മതത്തിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ തോ മുഫ്തിയാ. ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചു, ഇതിന്റെ ഇസ്ലാം നിലപാട് എന്താ? ഇന്നതാണ് ഇതിന്റെ നിലപാട്. മുഫ്തിയാണ്. മുഫ്തി തന്നെ ഫത്വ മതവിധി പറയുന്നവനാണ് മുഫ്തി എന്നാണ്. ഫഖത്തറുൽ മുഫ്തി അലീമുൻ. മുഫ്തിയുടെ വിഷയം എന്ന് പറയുന്നത് ഗൗരവമേറിയ വിഷയമാണ്. എന്നിട്ട് ഇവിടെ കൊടുത്ത ഈ ബുക്കിന്റെ പേര് ഫഇന്നഹു മുവഖിഉൻ അനില്ലാഹി വറസൂലിഹി. ഒരു ഫത്വ കൊടുക്കുന്ന ആള് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും തൗഖീ നടത്തുകയാണ്. അള്ളാഹ് പറഞ്ഞു, നബി പറഞ്ഞ ദീനായി പറയുന്നത് സൈമുൻ അന്നല്ലാഹ അമറ ബിഹാകദാ വഹറമഹാകദാ ഔ ഔജബഹാകദാ. ഇവനെ കൊടുത്ത ഫത്വന്റെ അർത്ഥം എന്താ? അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹു ഇങ്ങനെ ഹറാമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് കറാഹത്താക്കിയിരിക്കുന്നു എന്നാണ് ഒരാൾ മറുപടി പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മതവിധി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാനാക്കിയെന്നല്ല, ആരാക്കിന്ന? അള്ളാഹു ആക്കി. അപ്പൊ അള്ളാഹുവിന്റെ പകരക്കാരനായിട്ട് അവർ സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് പകരം അള്ളാഹ് ഖലീഫയാവും. അതിന് കുറെ തെളിവുണ്ട്. അള്ളാഹു ആർക്ക് പകരക്കാരനാവും? മനുഷ്യന്മാർക്ക് പകരക്കാരനാവും. വഖ്ലുഫു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. മയ്യത്ത് കണ്ടാലുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവേ ഇയാളുടെ മക്കളിലും പിന്മുറക്കാരിലും നീ പകരക്കാരനാകണമേ.
നമ്മളെ പകരക്കാരൻ അള്ളാഹു, അള്ളാന്റെ പകരക്കാരൻ മനുഷ്യനാവില്ല. ഇവിടെ അള്ളാഹു പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിധി പറയുന്നവൻ വിധി പറയുന്നത്. അപ്പൊ ഇത് ചില്ലറ വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സലഫിമാരും ഡോക്ടറാണെങ്കിലും ആരായിരുന്നാലും ശരി, അള്ളാഹുലേക്കോ നബിയിലേക്കോ ഇനി നമ്മളോ ആര് പറഞ്ഞ